ഫാമേഴ്സ് ഫ്രണ്ട് കണ്ണൂരിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറികളിൽ ചേർക്കുന്ന കുടംപുളിയുടെ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുടംപുളി കടയിൽ നിന്നും വാങ്ങാറുണ്ടെങ്കിലും ഒട്ടുമിക്ക പേരും ഇതിൻ്റെ മരം കണ്ടിട്ടുണ്ടാവില്ല. അതിമനോഹരമായ ഈ മരം കാണാൻ തന്നെ ഏറെ ഭംഗിയുള്ളതാണ്. ഇത് കാണാൻ അതിമനോഹരമായ ഒരു തണൽ വൃക്ഷവും കൂടിയാണ്. ഇതിൽ ചുവട്ടിൽ നല്ല തണുപ്പ് ലഭിക്കുന്നത് കൊണ്ടും പടർന്ന് പന്തലിച്ച ശിഖരങ്ങളായതുകൊണ്ടും ധാരാളം പക്ഷികൾ ഈ മരത്തിൽ കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കാറുണ്ട്. കുടംപുളി കറിവെക്കാൻ മാത്രമല്ല, ഇത് ഒരു ഔഷധമായും ഉപയോഗിക്കാം. മുണ്ടിനീരിന് ഇത് പണ്ട് മുതലേ അരച്ചു പുരട്ടാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ അതൊക്കെ നമുക്ക് തൊണ്ടവേനൊക്കെ വരുമ്പോൾ പുരട്ടിത്തരും. തൊണ്ടവേനക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 2 കഷ്ണം കുടംപുളിയും അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും ചേർത്ത് കവിൾ കൊള്ളുന്നതും കുടിക്കുന്നതും നല്ലതാണ്. ഇത് കുടിക്കുന്നതിലൂടെ വയറ്റിലുള്ള പുണ്ണ് മാറിക്കിട്ടും എന്ന് പഴമക്കാർ പറയുന്നു. മീൻകറി രുചി കൂട്ടാൻ മരപ്പുളിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് കുടംപുളിയാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കുടംപുളി പൂവിടുന്നത്. മഴക്കാലമാകുമ്പോഴേക്കും ഇത് നിറയെ കായ്ക്കുകയും മഞ്ഞ നിറമാകുമ്പോഴേക്കും കൊഴിഞ്ഞു വീഴുവാനും തുടങ്ങും. ഈ മരത്തിൽ പൂക്കൾ കണ്ടോ? ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കുടംപുളി പൂവിടുന്നത്. കണ്ടോ? പൂക്കൾ കണ്ടോ? മഴക്കാലമാകുമ്പോഴേക്കും ഇത് നിറയെ കായ്ക്കുകയും മഞ്ഞ നിറമാകുമ്പോഴേക്കും കൊഴിഞ്ഞു വീഴാനും തുടങ്ങും. ഈ മരം ഇപ്പോൾ പൂവിട്ട് തുടങ്ങി. മലബാർ ടാമറൈൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഓരോ വീട്ടിലും ഒരു കുടംപുളി മരം വെച്ചു പിടിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുടംപുളി മരത്തിൽ നിന്നും ലഭിക്കുന്നു. കുടംപുളി മഴക്കാലമാണ് നട്ടുപിടിപ്പിക്കേണ്ടത്. ഇതിൻ്റെ തൈകൾ നേഴ്സറികളിൽ സുലഭമായി കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ള ഭാഗത്താണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. തൈ നടുമ്പോൾ തന്നെ അടിവളമായി എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കണം. 2 അടി വീതിയിലും 2 അടി താഴ്ചയിലുമുള്ള കുഴി വേണം ചെടി നടാൻ. പൂവിടുന്ന സമയത്ത് ഒരു കാരണവശാലും വളം ചേർക്കരുത്. പൂവിട്ട് കായ് അല്പം വലുതാവാൻ തുടങ്ങിയാൽ നമുക്ക് വളം ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്